അടുപ്പിലെ നിധി. പണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ നൂർ മുഹമ്മദ് എന്നൊരു പാവം കർഷകനുണ്ടായിരുന്നു. ഭാര്യയോടൊപ്പം ഒരു ചെറിയ വീട്ടിലാണ് അയാൾ താമസിച്ചിരുന്നത്. സ്വന്തമായുള്ള ഒരു തുണ്ട് ഭൂമിയിൽ പുലരു മുതൽ ഇരുളും വരെ പണിയെടുത്താലും കഷ്ടിച്ചു ജീവിക്കാനുള്ള വകയെ അയാൾക്ക് കിട്ടിയിരുന്നുള്ളൂ. നൂർ മുഹമ്മദ് എന്നും പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പഠിച്ചോനെ, എൻ്റെ കഷ്ടപ്പാടൊക്കെ അവിടുന്ന് എന്നും കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. മരിക്കുന്നതിന് മുൻപ് കുറച്ചു നാളെങ്കിലും എനിക്ക് സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുപ്പിനുള്ളിൽ ഒരു ചെറിയ നിധി വച്ചു തന്ന് അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കൊപ്പം ഈ നിവേദനം നൂർ മുഹമ്മദ് സമർപ്പിക്കുമെങ്കിലും അടുപ്പിൽ തീയും ചാരവുമല്ലാതെ ഒന്നും ഒരിക്കലും അയാൾ കണ്ടില്ല. അതിലയാൾക്കൊട്ട് പരിഭവം തോന്നിയുമില്ല. പക്ഷേ അയാൾ പ്രാർത്ഥന തുടർന്നു പോന്നു. ഒരു ദിവസം പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുൾച്ചെടിയിലുടക്കി അയാളുടെ കുപ്പായം കീറിപ്പോയി. ആ ചെടി ചുവടെ മാന്തിക്കളയാനായി അയാൾ മൺവെട്ടിക്കൊണ്ട് മുൾച്ചെടിയുടെ കടക്കിൽ കുഴിക്കാൻ തുടങ്ങി. കുറെ കുഴിച്ചപ്പോൾ അതാ ഒരു പഴയ മൺകുടം. അത് മൂടിയിരുന്ന അടപ്പ് മാറ്റി നോക്കിയപ്പോൾ അത്ഭുതം കൊണ്ട് അയാളുടെ വാ പിളർന്നുപോയി. അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന ഒടുവിൽ സ്വീകരിച്ചല്ലോ. ഈ നിധിയും കൊണ്ട് ഞാൻ സുഖമായി ജീവിക്കും. ആരും കാണാതെ കുടം മൂടിക്കെട്ടി തൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് അയാൾ ഉറപ്പിച്ചു. പെട്ടെന്ന് നൂർ മുഹമ്മദിനൊരു സംശയം. തൻ്റെ അടുപ്പിൽ നിധി കാട്ടിത്തരണമെന്നാണല്ലോ താൻ പടച്ചോനോട് അപേക്ഷിച്ചത്. ഇതിപ്പോൾ വയലിൽ നിന്നല്ലേ കിട്ടിയത്. ഇതെനിക്കുള്ളതാവില്ല. എനിക്കുള്ളത് അടുപ്പിൽ തന്നെ പടച്ചോൻ ഇട്ടുതരും. അയാൾ കുടം കുഴിയിൽ പഴയതുപോലെ വച്ച് മണ്ണിട്ട് മൂടിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂർ മുഹമ്മദ് ഭാര്യയോട് നിധി കിട്ടിയ കാര്യം വിശദമായി പറഞ്ഞു. കിട്ടിയ നിധി അവിടെ കുഴിച്ചിട്ടിട്ട് പോന്ന ഭർത്താവിന്റെ വങ്കത്തമോർത്ത് അവൾ അയാളെ കുറ്റപ്പെടുത്താനും ശപിക്കാനും തുടങ്ങി. പക്ഷേ നൂർ മുഹമ്മദ് തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. എടി പെമ്പർന്നോളെ, നമുക്കുള്ളത് നമ്മുടെ അടുപ്പിൽ പൊന്തി വരും. ഇത് മറ്റാർക്കോ ഉള്ളതാണ്. അതെടുക്കുന്നത് പാപമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഉറങ്ങാൻ കിടന്നു. മനസ്സിൽ ഒരു ദുർവിചാരവും ഇല്ലാത്തതുകൊണ്ട് അയാൾ വളരെ വേഗം ഉറങ്ങുകയും ചെയ്തു. എന്നാൽ അയാളുടെ ഭാര്യ രാത്രിയിൽ തന്നെ അയൽ വീട്ടിലെത്തി ഉണ്ടായ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കുടനെ പോയി ആ നിധി മാന്തിയെടുക്കണം. എൻ്റെ ഭർത്താവ് അറിയണ്ട. ഞാൻ പകുതി സ്വർണ്ണ നാണയം നിങ്ങൾക്ക് തരാം. അയൽക്കാരൻ അത്യാഗ്രഹിയും അയാളുടെ ഭാര്യ ഒരു ദുരാഗ്രഹിയുമായിരുന്നു. അവർ നൂർ മുഹമ്മദിന്റെ ഭാര്യയ്ക്കൊപ്പം വിളക്കുമെടുത്ത് രാത്രിയിൽ തന്നെ വയലിലേക്ക് നടന്നു. അവിടെ മണ്ണിളകിക്കിടന്ന സ്ഥലത്ത് അവർ മാന്തി നോക്കി. അത്ഭുതം! അതാ മൺകുടം. ഇത് മുഴുവൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കണമെന്ന് അയൽക്കാരൻ ചിന്തിച്ചു. അവർ 3 പേരും കുടവുമായി വീട്ടിലേക്ക് തിരിച്ചു നടന്നു. കുടം നാളെ തുറന്നാൽ മതിയെന്നും അയൽക്കാരനോട് അത് സൂക്ഷിച്ചു വെക്കണമെന്നും നിർദ്ദേശം നൽകി നൂർ മുഹമ്മദിന്റെ ഭാര്യ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അത്യാഗ്രഹിയായ അയാൾ നൂർ മുഹമ്മദിന്റെ ഭാര്യ പോയിക്കഴിഞ്ഞപ്പോൾ തന്നെ കുടത്തിന്റെ മൂടി തുറന്നു. ആ കാഴ്ച കണ്ട് അയാൾ ഭയന്നു വിറച്ചു. കുടത്തിനകത്ത് നിറയെ വിഷസർപ്പങ്ങൾ. പേടിച്ചരണ്ട അയാൾ വേഗം തന്നെ കുടമടച്ചു വെച്ചു. നൂർ മുഹമ്മദ് വിഷപ്പാമ്പുകളെ കൊണ്ട് തന്നെ കൊല്ലിക്കാൻ ഭാര്യയെ പറഞ്ഞയച്ചതായിരിക്കുമെന്ന് അയൽക്കാരൻ കരുതി. നൂർ മുഹമ്മദിനോട് ഇതിന് പകരം വീട്ടണമെന്ന് അയാൾ നിശ്ചയിച്ചു. അപ്പോൾ തന്നെ അയാൾ കുടവുമായി നൂർ മുഹമ്മദിന്റെ പുരപ്പുറത്ത് കയറി. അടുക്കളയുടെ ചിമ്മിനിക്കുള്ളിലൂടെ കുടം തുറന്ന് കമിഴ്ത്തി. നേരം വെളുക്കുമ്പോഴേക്കും പാമ്പുകളെല്ലാം നൂർ മുഹമ്മദിനെ കടിച്ചു കൊല്ലുമെന്ന് സന്തോഷിച്ചുകൊണ്ട് അയാൾ അയാളുടെ വീട്ടിലേക്ക് പോയി. നേരം പുലർന്നപ്പോൾ നൂർ മുഹമ്മദ് എഴുന്നേറ്റ് പതിവ് പോലെ അടുക്കളയിലേക്ക് ചെന്നു. അതാ അടുപ്പ് നിറയെ സ്വർണ്ണ നാണയങ്ങൾ. അയാൾ അത്യധികം സന്തോഷത്തോടെ ഭാര്യയെ വിളിച്ച് ഇത് കാണിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് വിശ്വാസമായോ? ഇത് പടച്ചോൻ നമുക്ക് തന്ന നിധിയാണ്. ഭർത്താവിന്റെ വിശ്വാസത്തെ തെറ്റിദ്ധരിച്ചതിൽ അയാളുടെ ഭാര്യയ്ക്ക് അതീവ ദുഃഖം തോന്നി. ഗുണപാഠം: നിരാശയോ അത്യാഗ്രഹമോ ഇല്ലാതെ വിശ്വാസത്തോടെ ജീവിക്കുക. നമുക്കായി കരുതി വെച്ചത് ഈശ്വരൻ നമുക്ക് തരിക തന്നെ ചെയ്യും.